മിമിക്രി ലോകത്തു നിന്നും സിനിമാ ലോകത്തെത്തിയ മറ്റൊരു നടനാണ് അബി. കൊച്ചിൻ കലാഭവനിലൂടെയാണ് അബി എന്ന കലാകാരൻ മിമിക്രി രംഗത്തെത്തുന്നത്. മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ അനുകരണമായിരുന്നു അബി അവതരിപ്പിച്ചിരുന്ന പ്രധാന ഇനം. മമ്മൂട്ടി, മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, മിഥുൻ ചക്രവർത്തി, ശങ്കരാടി, മാമുക്കോയ, TG രവി ഇങ്ങനെ ഒരു 40ഓളം സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ താരങ്ങളെയും അബി അനുകരിച്ചിരുന്നു. മിമിക്രി വൺ മാൻ ഷോ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അബി. മലയാളത്തിലെ ജാവദ് ജഫ്രി എന്നു വേണമെങ്കിൽ അബിയെ വിശേഷിപ്പിക്കാം. കലാഭവൻ കൂടാതെ കൊച്ചിൻ ഓസ്കാർ എന്ന ട്രൂപ്പിലും അബിയുടെ സ്വന്തമായ ട്രൂപ്പായ കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ട്രൂപ്പിലും മിമിക്രിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന അബിയുടെ അന്നത്തെ സഹപ്രവർത്തകർ ദിലീപ്, നാദിർഷ, ഹരിശ്രീ അശോകൻ, ഷിയാസ് തുടങ്ങിയ കലാകാരന്മാർ ആയിരുന്നു. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, ദേ മാവേലി കൊമ്പത്ത് തുടങ്ങിയ 300ഓളം മിമിക്രി ഓഡിയോ കാസറ്റുകളും നിരവധി വീഡിയോ കാസറ്റുകളും സ്വന്തം പേരിൽ ഇറക്കിയിട്ടുണ്ട് അബി. കൃത്യമായി പറഞ്ഞാൽ 90കളായിരുന്നു അബിയുടെ കാലഘട്ടം. 90കളിൽ മിമിക്രി ലോകത്തെ സൂപ്പർ താരം തന്നെയായിരുന്നു അബി. കേരളത്തിലെയും വിദേശ രാജ്യങ്ങളിലെയും വേദികൾ അബി എന്ന മിമിക്രി കലാകാരൻ അന്ന് കീഴടക്കിയിരുന്നു. ഏഷ്യാനെറ്റ്, ദൂരദർശൻ തുടങ്ങിയ TV ചാനലുകളിലെ കോമിക്കോള, ഹാസ്യരസായനം തുടങ്ങിയ കോമഡി ഷോകളിൽ ദിലീപിനും നാദിർഷയ്ക്കുമൊപ്പം അബി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 1991 നയം വ്യക്തമാക്കുന്നു എന്ന മമ്മൂട്ടി നായകനായ സിനിമയിൽ ജഗദീഷിനൊപ്പം മുഴുനീള കോമഡി ക്യാരക്ടർ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് അബി സിനിമാ രംഗത്ത് അരങ്ങേറുന്നത്. തുടർന്ന് ഭീഷ്മാചാര്യ, എല്ലാരും ചൊല്ലണ്, വാത്സല്യം, ചെപ്പുക്കിലുക്കണ ചങ്ങാതി, സൈന്യം, മഴവിൽ കൂടാരം, ആനപ്പാറ അച്ചാമ്മ, പോർട്ടർ, കിരീടമില്ലാത്ത രാജാക്കന്മാർ, രസികൻ, വാർദ്ധക്യപുരാണം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ വേഷങ്ങളിലും നായക വേഷങ്ങളിലും ഉപനായക വേഷങ്ങളിലും കോമഡി വേഷങ്ങളിലും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള അബി തൻ്റെ അഭിനയ ജീവിതം തുടരുകയാണ്.